നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ അതിജീവിതയുടെ പരാതിയിൽ FIRലെ ഗുരുതര പരാമർശങ്ങൾ. പാലക്കാട് ഫ്ളാറ്റിലെത്തിച്ചും ബലാത്സംഗം ചെയ്തുവെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് 3 തവണ ബലാത്സംഗം ചെയ്തു. വലിയമല പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിലെ നിയമ നടപടികളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. രാജ്യത്ത് നിയമമുണ്ടല്ലോ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. ശബരിമല പമ്പ മലിനീകരണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പമ്പ നദിയിലും തീരത്തും വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് ആചാരമല്ലെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും. ഒഴിവാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. പമ്പയിൽ ബോധവൽക്കരണ ദൃശ്യങ്ങൾ പമ്പയിൽ പ്രദർശിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. പമ്പയിൽ വസ്ത്രങ്ങൾ കെട്ടിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിലാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും വീഴുമെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ പണ്ടേ പറഞ്ഞതാണെന്നും എല്ലാത്തിനും മുകളിൽ തന്ത്രിയാണല്ലോ, തന്ത്രിയും വീഴുമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ലൈംഗിക പീഡന കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക്. അഡ്വക്കേറ്റ് S. രാജീവ് മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നീക്കം നടത്തുന്നത്. കേസിലെ FIR അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിന്റെ ഈ നീക്കം. വൈകാതെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷം. കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് നിശബ്ദതയാണെന്നും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ലെന്നും വായുമലിനീകരണത്തെക്കുറിച്ച് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്തണമെന്നും നമ്മുടെ കുട്ടികൾ ശുദ്ധവായു അർഹിക്കുന്നുവെന്നും പറഞ്ഞ രാഹുൽ ഒഴിവ് കഴിവുകളും ശ്രദ്ധ തിരിക്കലുമല്ല വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.